ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. മോട്ടോർ വാഹന വകുപ്പിലെ സേവനം അവസാനിപ്പിച്ച സീഡിറ്റ്. ഇതോടെ 246 പേർക്ക് തൊഴിൽ നഷ്ടമായി. മോട്ടോർ വാഹന വകുപ്പിലെ സേവനത്തിൽ നിന്ന് സീഡിറ്റ് പിന്മാറിയതോടെ ജോലി നഷ്ടപ്പെട്ടത് 246 ജീവനക്കാർക്ക്. മെയ് 1 മുതലാണ് മോട്ടോർ വാഹന വകുപ്പിലെ സാങ്കേതിക ജോലികൾ ഉൾപ്പെടെയുള്ള സേവനത്തിൽ നിന്ന് സീഡിറ്റ് പിന്മാറിയത്. ഏപ്രിൽ 30-നാണ് സീഡിറ്റ് ജീവനക്കാരെ പിരിച്ചുവിട്ടത്. സീഡിറ്റ് സേവനം അവസാനിപ്പിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പിലെ ജീവനക്കാർ തന്നെയാണ് ആ ജോലികളും ചെയ്യുന്നത്. പലർക്കും വേണ്ടത്ര സാങ്കേതിക വൈദഗ്ധ്യമില്ലാത്തതു കാരണം ഓഫീസുകളിലെ ജോലികളും അവതാളത്തിലാവുകയാണ്. 2010 മുതൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ കമ്പ്യൂട്ടറുകളുടെ സർവീസ്, A4 പേപ്പറുകളുടെ വിതരണം, കുടിവെള്ള വിതരണം എന്നിവയെല്ലാം നിർവഹിച്ചിരുന്നത് സീഡിറ്റ് ആയിരുന്നു. 246 ജീവനക്കാരാണ് ആകെയുണ്ടായിരുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തുടങ്ങിയ തസ്തികകളിലാണ് ഇവർ ജോലി ചെയ്തിരുന്നത്. കരാർ പ്രകാരം 3 വർഷത്തേക്ക് 27 കോടി രൂപയായിരുന്നു വകുപ്പ് സീഡിറ്റ് നൽകിയിരുന്നത്. 3 മാസം കൂടുമ്പോഴാണ് ബില്ലുകൾ പാസാക്കി പണം നൽകിയിരുന്നത്. 2021-ൽ കരാർ പുതുക്കിയില്ല. പകരം പുതിയ ടെൻഡർ വിളിക്കുന്നതുവരെ സീഡിറ്റിന്റെ സേവനം തുടരാമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ 4 വർഷവും സീഡിറ്റ് സേവനം തുടർന്നു പോന്നത്. കരാർ പുതുക്കണമെന്ന് കാണിച്ച് സീഡിറ്റ് അധികൃതർ പലതവണ സർക്കാരിന് നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുക വർദ്ധിപ്പിക്കണമെന്നും GST നിലവിൽ വന്ന വർഷം മുതൽ ടാക്സ് അടച്ച ഇനത്തിൽ അധിക തുക അനുവദിക്കണമെന്നുമായിരുന്നു സീഡിറ്റിന്റെ ആവശ്യം. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ 3 വർഷത്തേക്കായി 79 കോടി രൂപയുടെ പ്രൊജക്ടാണ് സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പിന് കൊടുത്തത്. ഇത് വകുപ്പ് അംഗീകരിച്ചില്ല. കരാർ പുതുക്കുന്നതുമായി സംബന്ധിച്ച തീരുമാനം വൈകിയതോടെയാണ് സീഡിറ്റ് പിന്മാറിയത്. പിരിച്ചുവിട്ട ജീവനക്കാർ 10ഉം അതിലധികവും വർഷമായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് IICTയുടെ നേതൃത്വത്തിലുള്ള സീഡിറ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനയ്ക്ക് തിരിച്ചടിയുമായി ഇന്ത്യ. 6 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ചെയ്യാവുന്ന സോഡിയം അയൺ ബാറ്ററി വികസിപ്പിച്ച് ഇന്ത്യ. അനുദിനം വളർച്ച കൈവരിക്കുന്ന ഇലക്ട്രിക് വാഹന മേഖലയിൽ പുതിയ ബാറ്ററി പരീക്ഷണവുമായി ഇന്ത്യ. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ് സയന്റിഫിക് റിസർച്ചാണ് പുതിയ സോഡിയം അയൺ ബാറ്ററിയുമായി വാഹന വിപണിയിലേക്ക് എത്തുന്നത്. 6 മിനിറ്റ് കൊണ്ട് 80% ചാർജ് ചെയ്യുന്നതും 3000-ലധികം ചാർജിംഗ് സൈക്കിളുകൾ നൽകുന്നതുമാണ് ഈ സോഡിയം അയൺ ബാറ്ററിയുടെ പ്രത്യേകത. ഇത് ഇലക്ട്രിക് വാഹനങ്ങൾ, സോളാർ ഗ്രിഡുകൾ, ഡ്രോൺസ്, ഗ്രാമീണ വൈദ്യുതീകരണം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാമെന്ന് വിദഗ്ധർ പറഞ്ഞു. നാസിക്കോൺ ടൈപ്പ് കെമിസ്ട്രി അടിസ്ഥാനമാക്കിയാണ് ഈ ബാറ്ററി നിർമ്മിച്ചിട്ടുള്ളതെന്ന് പ്രൊഫസർ പ്രേംകുമാർ സെൻ ഗുട്ടുവൻ, വിപ്ലവ് പത്ര എന്നിവർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതി പ്രകാരം ഹരിത സാങ്കേതിക വിദ്യകൾക്കായി ധാതു ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുള്ള നീക്കവും ഈ ഗവേഷണത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. ബാറ്ററിയുടെ പ്രകടനം, സുരക്ഷ, ഇട് എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി ഇലക്ട്രോ കെമിക്കൽ സൈക്ലിംഗ്, ക്വാണ്ടം ലെവൽ സിമുലേഷൻ തുടങ്ങിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പരീക്ഷണത്തിനു ശേഷം 80%-ലധികം ശേഷി നിലനിർത്തുന്ന ഒരു പ്രോട്ടോടൈപ്പാണ് ഫലമായി ലഭിച്ചത്. ഇത് ബാറ്ററി കൂടുതൽ കാലം ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. ഊർജ്ജ സംഭരണ മേഖലയിലെ പ്രധാന വെല്ലുവിളിയെ നേരിടാൻ ഈ പരീക്ഷണത്തിന് സാധിക്കും. ലിഥിയം അയൺ ബാറ്ററികൾ കാര്യക്ഷമമാണ്, പക്ഷെ ചെലവേറിയതും ലഭ്യമാകുന്ന വിഭവങ്ങൾ പരിമിതവുമാണ്. പുതിയ സോഡിയം അയൺ ബാറ്ററി ദീർഘകാലം നിലനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതും വേഗത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. സാംസങ് ഗാലക്സി ഫോണുകളിൽ ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് ഉടനെത്തും. തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ മാത്രമാണ് ആൻഡ്രോയിഡ് 16 അധിഷ്ഠിത ബീറ്റ അപ്ഡേറ്റ് പുറത്തിറക്കുക. ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള One UI 8 ബീറ്റ പ്രോഗ്രാം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സാംസങ്. അതേസമയം One UI 8ന്റെ സ്റ്റേബിൾ പതിപ്പ് സാംസങ്ങിന്റെ ഫോൾഡബിൾ മോഡലുകളായ ഗാലക്സി Z7 ഫോൾഡബിൾ, ഫ്ലിപ്പ് 7 എന്നിവയിലാണ് ആദ്യമെത്തുക. ഗൂഗിളുമായി ചേർന്ന കൂടുതൽ മെച്ചപ്പെട്ട AI അധിഷ്ഠിത അപ്ഗ്രേഡുകളുമായാണ് പുതിയ OS എത്തുക. US, UK, ജർമ്മനി, ദക്ഷിണ കൊറിയ ഉൾപ്പെടെ തിരഞ്ഞെടുത്ത പ്രദേശങ്ങൾ മാത്രമാണ് ആൻഡ്രോയിഡ് 16 അധിഷ്ഠിത ബീറ്റ അപ്ഡേറ്റ് പുറത്തിറക്കുക. ഗാലക്സി S25, S25+, S25 അൾട്ര എന്നിവയിൽ മാത്രമാണ് ബീറ്റ വേർഷൻ എത്തുകയെന്നാണ് സാംസങ് പറയുന്നത്. സാംസങ് മെമ്പർ ആപ്പിൽ നിന്ന് ബീറ്റ പതിപ്പ് ഡൗൺലോഡ് ചെയ്യാം.
S25 സീരീസിന് പുറമെ ഗാലക്സി S23 മുതൽ ഗാലക്സി A56 എന്നിവ വരെയുള്ള മോഡലുകളിൽ 15i18 അപ്ഡേറ്റ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൾട്ടിപ്പിൾ മോഡൽ AI കഴിവുകൾ, ഒപ്റ്റിമൈസ് ചെയ്ത യൂസർ ഇന്റർഫേസ്, മെച്ചപ്പെട്ട നേറ്റീവ് ആപ്പുകൾ, അത്യാധുനിക കണക്ടിവിറ്റി സൗകര്യങ്ങൾ എന്നിവയായിരിക്കും One UI 8ന്റെ മുഖ്യ സവിശേഷതകൾ. ബീറ്റ പ്രോഗ്രാമിൽ താൽപ്പര്യമുള്ളവർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡേറ്റ ബാക്കപ്പ് ചെയ്തിരിക്കണം. നിറയെ ബഗ്ഗുകളുള്ള പതിപ്പായിരിക്കും ബീറ്റ പതിപ്പ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ മിലിറ്ററി വില്ലീസിനോട് സാദൃശ്യമുള്ള റാംഗ്ലറിന്റെ വില്ലീസ് 41 സ്പെഷ്യൽ എഡിഷൻ ഇന്ത്യയിൽ ഹിറ്റ്. എത്തിയ 30 എണ്ണവും വിറ്റുതീർന്നു. ഈ മാസം ആദ്യമായിരുന്നു അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പിന്റെ കരുത്തൻ SUV റാംഗ്ലറിന്റെ വില്ലീസ് 41 സ്പെഷ്യൽ എഡിഷൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചത്. ഈ പ്രത്യേക പതിപ്പിന്റെ 30 യൂണിറ്റുകൾ മാത്രമായിരുന്നു ഇന്ത്യയിലേക്ക് അനുവദിച്ചത്. ഇപ്പോഴിതാ 3 ആഴ്ചയ്ക്കുള്ളിൽ ഈ മുഴുവൻ യൂണിറ്റുകളും വിറ്റുതീർന്നിരിക്കുകയാണ്. ജീപ്പ് ഡീലർഷിപ്പുകളിൽ വളരെ പരിമിതമായ സമയത്തേക്ക് മാത്രമാകും റാംഗ്ലർ വില്ലീസ് 41 സ്പെഷ്യൽ എഡിഷൻ ലഭ്യമാവുകയെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ച 1941 ഒറിജിനൽ മിലിറ്ററി വില്ലീസിന്റെ പൈതൃകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. ബോൺ അഗെയിൻ എന്ന ടാഗ് ലൈനോടെയാണ് വില്ലീസ് 41 സ്പെഷ്യൽ എഡിഷന്റെ വരവ്. പ്രത്യേക കളർ ഓപ്ഷനും പുതിയ ചില ആക്സസറികളും വാഹനത്തിലുണ്ട്. റാംഗ്ലറിന്റെ ടോപ്പ് സ്പെക് റുബിക്കോൺ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയാണ് സ്പെഷ്യൽ എഡിഷൻ എത്തുന്നത്. 41 ഗ്രീൻ എന്ന പ്രത്യേക പെയിന്റ് ഷെയ്ഡാണ് ഉള്ളത്. ഇത് യഥാർത്ഥ വില്ലീസ് ജീപ്പിന്റെ മിലിറ്ററി ഗ്രീൻ നിറത്തെ ഓർമ്മിപ്പിക്കുന്നു. സൈനിക സ്പെക് ജീപ്പായ വില്ലീസ് MB വൻതോതിൽ ഉൽപാദനം ആരംഭിച്ച വർഷത്തെ അടയാളപ്പെടുത്തുന്ന 1941 ബോണറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പവേഡ് സൈഡ് സ്റ്റെപ്പ്, മുന്നിലെയും പിന്നിലെയും യാത്രക്കാർക്കുള്ള ഗ്രാബ് ഹാൻഡിലുകൾ, എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഫ്ലോർ മാറ്റുകൾ, മുന്നിലും പിന്നിലുമുള്ള ഡാഷ് ക്യാമുകൾ എന്നിവ വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. റാംഗ്ലർ വില്ലീസ് 41 സ്പെഷ്യൽ എഡിഷനിൽ മെക്കാനിക്കലായി മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് ട്രാൻസ്മിഷൻ കൈകാര്യം ചെയ്യുന്നത്. റാംഗ്ലറിലെ സാധാരണ നിറങ്ങളായ വെള്ള, കറുപ്പ്, ചുവപ്പ്, ഗ്രേ എന്നിവയിലും ഈ സ്പെഷ്യൽ എഡിഷൻ ലഭ്യമാണ്. ഇന്ത്യയിൽ 73.16 ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എക്സ് ഷോറൂം വില. സ്റ്റാൻഡേർഡ് റുബിക്കോൺ വേരിയന്റിനേക്കാൾ 1.5 ലക്ഷം രൂപ അധികമാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗെയിമിംഗ് ആപ്പ് പുറത്തിറക്കാനൊരുങ്ങി ആപ്പിൾ. ഗെയിമിംഗ് ആപ്പ് ഈ വർഷം അവസാനം മുതൽ iPhone, iPad, Mac, Apple TV എന്നീ ഉപകരണങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. ടെക് ഭീമനായ ആപ്പിൾ തങ്ങളുടെ ഡിവൈസുകളിൽ സമഗ്രമായ ഒരു ഗെയിമിംഗ് ആപ്പ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ട്. ഇത് ഗെയിമിംഗ് മേഖലയിലേക്കുള്ള കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റമായി അടയാളപ്പെടുത്തുന്നു. സെപ്റ്റംബറിൽ ലോഞ്ച് ചെയ്യപ്പെടുന്ന iOS 19ന്റെ ഭാഗമായി iPhone, iPad, Mac, Apple TV ഉപകരണങ്ങളിൽ പുതിയ ഗെയിമിംഗ് ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യും. ഉപയോക്താക്കൾക്ക് ഗെയിമുകൾ ആരംഭിക്കാനും അവരുടെ ഗെയിമിലെ നേട്ടങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനും പുതിയ ഗെയിമുകളെക്കുറിച്ച് കമ്പനിയുടെ എഡിറ്റോറിയൽ ഉള്ളടക്കം വായിക്കാനും കഴിയുന്ന ഒരു കേന്ദ്രീകൃത ഹബ്ബായി ഇത് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്പിളിന്റെ ഗെയിമിംഗ് ആപ്പ് ഈ വർഷം അവസാനം മുതൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷ. പുതിയ ഗെയിമിംഗ് ടൈറ്റുകളെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ ഉള്ളടക്കം, ആപ്പ് സ്റ്റോറിലെ ഗെയിമിംഗ് വിഭാഗത്തിലേക്കുള്ള ദ്രുത ആക്സസ്, ഗെയിമിംഗ് ആപ്പ് ഉപയോഗിച്ച് ആപ്പിൾ ആർക്കേഡ് പ്രൊമോട്ട് ചെയ്യൽ എന്നിവ ഉൾപ്പെടുത്തും. ഗെയിമിംഗിനെ കേന്ദ്രീകരിച്ചുള്ള ആപ്പിൾ വികസിപ്പിച്ച സോഷ്യൽ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോമായ ഗെയിം സെന്ററിന് പകരമായി ഇത് പ്രവർത്തിക്കും. iPhone, iPad, Mac, Apple TV, സെറ്റ് ടോപ്പ് ബോക്സ് എന്നിവയുൾപ്പെടെ എല്ലാ ആപ്പിൾ ഉപകരണങ്ങളിലും ആപ്പ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആപ്പ് സ്റ്റോറിന് പുറത്ത് ഡൗൺലോഡ് ചെയ്ത ഗെയിമുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ആപ്പിന്റെ ഒരു Mac പതിപ്പും ആപ്പിൾ അവതരിപ്പിക്കും. iPhone പതിപ്പിനൊപ്പം ഈ ആപ്പും iOS 19 റിസർവ് ചെയ്തിരിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് അടുത്ത മാസം വേൾഡ് വൈഡ് ഡെവലപ്പേഴ്സ് കോൺഫറൻസ് 2025 പ്രിവ്യൂ ചെയ്യപ്പെടും. സെപ്റ്റംബറിൽ പുതിയ iPhone മോഡലുകൾ പുറത്തിറക്കുന്ന അതേ സമയത്ത് തന്നെ ആപ്പ് ഉപയോക്താക്കൾക്ക് പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.